തമിഴ്നാട്ടിൽ മലയാളി ടാക്സി ഡ്രൈവർക്ക് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം. മലയാളിയായ ടാക്സി ഡ്രൈവറെ തമിഴ്നാട്ടിൽ പോലീസ് മർദ്ദിച്ചു. എന്താ കാരണം? വൺ വേ തെറ്റിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. കഴിഞ്ഞ മാസം 11-ാം തീയതി വിനോദസഞ്ചാരികളുമായി എത്തിയ കൊല്ലം തഴുത്തല സ്വദേശി ഫെഡറിക്കിനാണ് മർദ്ദനമേറ്റത്. കാറിലും ഓട്ടോയിലും കയറ്റി മർദ്ദിച്ചുവെന്നാണ് പരാതി. ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളെയും പോലീസ് കയ്യേറ്റം ചെയ്തുവെന്നും ഫെഡറിക് ആരോപിച്ചു. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം ചുമത്തി ഫെഡറിക്കിനെതിരെ രാമേശ്വരം പോലീസ് കേസെടുത്തിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് പരാതി നൽകുമെന്നാണ് യുവാവ് പറയുന്നത്. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. എന്താണ് സംഭവിച്ചത് എന്നാണ് ഫെഡറിക് പറയുന്നത് നമ്മളോട്. രാമേശ്വരത്ത് എത്തിയപ്പോഴാണോ ഈ ദുരനുഭവം ഉണ്ടായത്? അരുൺകുമാർ, ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ജൂൺ 11-നാണ്. 10-ാം തീയതി വൈകിട്ടോട് കൂടിയാണ് ഫെഡറിക്ക കൊല്ലം തഴുത്തല സ്വദേശിയായ ഒരു ടാക്സി ഡ്രൈവറാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളെയും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോയതായിരുന്നു. തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ പോയതിനു ശേഷം രാമേശ്വരത്ത് പോയി ധനുഷ്കോടിയിൽ പോയി തിരികെ വരുന്നതിനിടയിൽ രാമേശ്വരം റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ടെമ്പിൾ റോഡിൽ വെച്ചാണ് തമിഴ്നാട് ട്രാഫിക് പോലീസ് ഫെഡറിക്കിനെ വാഹനം തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. തുടക്കത്തിൽ ഫെഡറിക്കിന്റെ വാഹനത്തിന് മുൻപിൽ പോലീസുകാർ കൈകാണിച്ച് നിർത്തിയതിനു ശേഷം പിന്നീട് അവർ പറയുന്നത് നോ എൻട്രിയിലൂടെ വൺ വേ തെറ്റിച്ച് വന്നു, എന്തിനാണ് നിങ്ങൾ വൺ വേ തെറ്റിച്ച് വന്നത് എന്നാണ് ആദ്യം പറയുന്നത്. അതനുസരിച്ച് ഫെഡറിക്ക് തിരിച്ച് അവരോട് ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം ഈ പോലീസുകാർ തൊട്ട് പിൻഭാഗത്തായി പിറകിലായി തമിഴ്നാടിന്റെ TNSTC, തമിഴ്നാട് സ്റ്റേറ്റ് ബസ്, KSRTC പോലുള്ള തമിഴ്നാടിന്റെ ബസ് കാണാം. അതോടൊപ്പം തൊട്ട് പിൻഭാഗത്തായി നിരവധി ട്രക്ക് വാഹനങ്ങൾ, ബൈക്കുകളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ, ബസ്സുകൾ പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് തനിക്ക് ഇതിനെ വൺ വേ തെറ്റിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നത്? എന്താണ് അതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഗവൺമെന്റ് ബസ്സാണ്, ഗവൺമെന്റ് ബസ്സിന് പോകാം, പക്ഷേ സ്വകാര്യ വാഹനങ്ങൾക്ക് ഇതിലെ പോകാൻ കഴിയില്ല എന്നാണ്. എന്നാൽ ഈ ഫെഡറിക്കിന്റെ വാഹനത്തിന് കാറിന് തൊട്ട് പിന്നാലെയും അതുപോലെ തന്നെ ഇത് രണ്ടുവരി പാതയാണ്. അതിന് എതിർഭാഗത്തുമൊക്കെ നിരവധി കാറുകളും ട്രക്കുകളും ഒക്കെ പോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ രാമേശ്വരം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാർ, ഒരാളുടെ പേര് സത്യേന്ദ്രൻ എന്നാണ്, മറ്റൊരാളുടെ പേര് യുവരാജ് കുമാർ എന്നാണ്. ഈ 2 പോലീസുകാരുമാണ് ഏറ്റവും ആദ്യം ഫെഡറിക്കിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തിറക്കി മർദ്ദിച്ചത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആദ്യം പോലീസുകാരൻ ഗ്ലാസ് താഴ്ത്താൻ പറയുന്നു. അതനുസരിച്ച് ഫെഡറിക്ക് വാഹനത്തിന്റെ ഗ്ലാസ് താഴ്ത്തി വാഹനത്തിന് താക്കോൽ ഊരിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിന് മുൻപ് തന്നെ ഫെഡറിക്കിന്റെ പോക്കറ്റിൽ അദ്ദേഹം ഈ വാഹനത്തിന്റെ താക്കോല് കീശയിലേക്ക് മാറ്റിയിരുന്നു. അതുകൊണ്ട് വാഹനത്തിന് താക്കോൽ കിട്ടിയില്ല. പിന്നീട് വാഹനത്തിനകത്തേക്ക് കൈയിട്ട് ഈ ട്രാഫിക് പോലീസുകാർ ഫെഡറിക്കിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കാറിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറത്തിറക്കി. അതിനുശേഷം മറ്റൊരു ഓട്ടോയിൽ കയറാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഫെഡറിക് അത് പ്രതിരോധിച്ചു. അതിനിടയിലാണ് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ച ആ ഓട്ടോയ്ക്കകത്തേക്ക് വലിച്ചിറച്ച് കയറ്റിയത്. വാഹനത്തിനകത്തും വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. അപ്പോഴും ഫെഡറിക് പറയുന്നത് ഇത്തരത്തിൽ നിയമലംഘനം, ട്രാഫിക് നിയമലംഘനം നടത്തുകയാണെങ്കിൽ പിഴ ഈടാക്കിയാൽ പോരെ. പ്രധാനപ്പെട്ട കാര്യം, രാമേശ്വരം പോലെയൊക്കെയുള്ള സ്ഥലത്ത് വിനോദസഞ്ചാരികൾ എത്തിയില്ലെങ്കിൽ അവിടെ ഒരുപാട് മനുഷ്യർ ഈ ടൂറിസത്തേക്ക് ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അവിടെ ആ സംഭാഷണം നമുക്ക് அது இவ்வளவு பெரிய பஸ் போகுது, இது நோ என்ட்ரியா? கவர்மெண்ட் பஸ்க்கு எந்த ரூல்? நீ போட்டோ எடுப்ப, வீடியோ எடுப்ப இருப்ப. கவர்மெண்ட் பஸ்க்கு ஒரு ரூல், எல்லா வண்டிக்கும் ஒரு ரூல் தான். இவ்வளவு பெரிய பஸ் போகுது, இது ஒன் வே. கவர்மெண்ட் பஸ்க்கு ஒரு ரூலா, അനദർ വണ്ടിക്ക് ഒരു റൂളാ? ആ വലിയ ബസ് പോകുന്നത് കാണാം. പോലീസുകാർ അപ്പോഴെത്തുന്നു. ഒരു തീവ്രവാദിയെ പിടിക്കുന്ന പോലെയാണ് പോലീസുകാർ അവിടെ എത്തി പെരുമാറുന്നത്. ഇതാണ് വരമാട്ടേ உள்ள போடுன்னு எனக்கு தெரியாது. நம்பிக்கை இல்ல, நான் வரமாட்டேன். രാമേശ്വരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് പരാതി നൽകുമെന്നാണ് യുവാവ് പറയുന്നത്. നമുക്കിപ്പം ഫ്രെഡറിക് കൂടി തത്സമയം ചേരുന്നുണ്ട്. ഫ്രെഡറിക്, ഗുഡ് മോർണിംഗ് ഫ്രെഡറിക്. ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഫ്രെഡറിക്? ഞാൻ ഇപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശരിക്കും അവർ തല്ലിയോ? അവര് തല്ലി. അവര് ആദ്യം സംസാരിച്ചപ്പം റോങ് ആയിരുന്നു. അത് കണ്ട് ഗസ്റ്റ് പേടിച്ചിട്ട് വണ്ടി ലോക്ക് ചെയ്യാൻ പറഞ്ഞു. എന്റെ ഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വണ്ടി ലോക്ക് ചെയ്തത്. എന്നിട്ട് ഗ്ലാസ്സിലിട്ട് അടിക്കുന്ന കാരണം ഗ്ലാസ് പൊട്ടിപ്പോകുന്ന കരുതി ഞാൻ ഗ്ലാസ് താത്തി കൊടുത്തു. ഗ്ലാസ് താത്തി കൊടുത്തപ്പോ നേരെ എന്റെ തലക്കിട്ട് 3-4 ഇടി ഇടിച്ചു.
എന്നിട്ട് എന്നെ പിടിച്ച് പുറത്തിറക്കി, വണ്ടി തുറന്നിട്ട് അകത്തൂടി കൈയിട്ട് വണ്ടി തുറന്നു. അപ്പൊ എന്റെ ഗസ്റ്റ് വന്ന് അവരെ വീഡിയോ എടുത്തപ്പോ ഗസ്റ്റിന്റെ ഫോൺ മേടിച്ചെറിഞ്ഞിട്ട് ഗസ്റ്റിന് അടിയും കൊടുത്ത് ഗസ്റ്റിന്റെ ഷർട്ടിന്റെ ഷോൾഡർ വിദേശിയല്ലേ, ഓസ്ട്രേലിയക്കാരനല്ലേ, അയാളൊക്കെ പരാതി കൊടുത്ത ഈ ചങ്ങാതി പറഞ്ഞ ജോലി പോകൂലേ? ജോലി പോകുന്നതെന്നല്ല, പുള്ളി പിന്നെ പുറം ലോകം കാണത്തില്ല എംബസിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അവർക്ക് കേസിന്റെ പുറകെ നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവര് തിരിച്ചു പോണേയാണ്. അവര് ഇന്ന് ഇവിടുന്ന് പോകുന്നതാണ്. ഓക്കെ, അവര് യാത്രയും വലിയ ബുദ്ധിമുട്ടിലായിട്ടുണ്ടാവും അല്ലേ? അതെ, അവർക്ക് വളരെ മോശമായ ഒരു എക്സ്പീരിയൻസ് ആണ്. അവര് രാമേശ്വരം കാണാൻ വന്നിട്ട് അവർക്ക് ടെമ്പിൾ വിസിറ്റിൽ പോലും വളരെ മോശമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും അവരുടെ ആ വീഡിയോ അവരുടെ അടുത്ത് നിന്ന് കൂടി ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരിട്ട് നമുക്ക് മുഖ്യമന്ത്രി വിജയിക്ക് അയച്ചു കൊടുക്കാം. ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഗസ്റ്റ് എടുത്ത വീഡിയോയും കൂടി വെച്ചാണ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത വീഡിയോ. ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ അവർ സമ്മതിച്ചില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മളെ ഒരു കുറ്റവാളിയെ കണക്കാണ് മർദ്ദിച്ചത്. സെല്ലിനകത്തൊക്കെ ഇട്ട് ഒരുപാട് അടിച്ചു. അവിടുത്തെ SI ആണെങ്കിലും CI ആണെങ്കിലും നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് കേൾക്കുന്നില്ല, ഗസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്നില്ല. അവർക്ക് അത് കേൾക്കാൻ പോലും ഒരു ലാംഗ്വേജ് ഫ്ലുവൻസി പോലും ഇല്ല. ഗസ്റ്റ് എന്താ പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അവർക്ക്. മനസ്സിലായി. ഈ ആ സമയത്ത് ഒരു ബസ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സാണ് മുന്നിൽ. അവിടുത്തെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് പോകുന്നുണ്ട്, പുറകിൽ ഓട്ടോറിക്ഷ വരുന്നുണ്ട്, അതിന്റെ പുറകിൽ ട്രക്ക് വരുന്നുണ്ട്. അതൊന്നും അവർക്ക് പ്രശ്നമല്ല അല്ലേ? അവിടെ ഹെൽമെറ്റ് പോലും ആരും യൂസ് ചെയ്യുന്നില്ല. അവിടുത്തെ വണ്ടികൾക്ക് ഇൻഷുറൻസ് വേണ്ട, ഒന്നും വേണ്ട. ഒരു ബൈക്കിനകത്ത് 3-4 പേര് പോകുന്ന, അവരുടെ മുന്നിൽ കൂടെ പോകുന്ന ലോക്കൽ വണ്ടികൾ. അതൊന്നും അവർക്ക് ആ വരുന്ന ബൈക്കിന്, പോലീസുകാരൻ വന്ന ബൈക്കിന് സൈഡ് മിറർ ഇല്ല. 2 പേരും ഹെൽമെറ്റ് ഇല്ലാതെ വന്നത്. ആ ബൈക്കിന് ഇൻഷുറൻസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയാം ഇൻഷുറൻസ് ഉണ്ടോന്ന്. അവർക്ക് റൂൾ എന്താണെന്ന് പാലിക്കാൻ അവർക്കറിയത്തില്ല. ഇങ്ങനെ ഇപ്പോൾ ഡ്രൈവർമാരോടും അതിഥികളോടും ഒക്കെ പെരുമാറിയ ആൾക്കാർ വരുന്നത് കുറയില്ലേ? രാമേശ്വരമൊക്കെ പോലെയുള്ള പിൽഗ്രിം സെന്ററിൽ ടൂറിസ്റ്റുകൾ വരേണ്ടതല്ലേ? അതിനുള്ള നോളജ് ഇല്ല. ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ് അവിടെ പോലീസിൽ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത്. ഓക്കെ, വളരെ നിർഭാഗ്യകരമായി ഫെഡറിക്. എന്തായാലും ഇത് നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽ തമിഴ്നാട്ടിൽ പെടുത്താം കേട്ടോ. താങ്ക് യു ഫെഡറിക്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും വാങ്ങാനുള്ള പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? കോയമ്പത്തൂർ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ കോവളത്ത് നമുക്ക് യൂബർ ഓടുമ്പോൾ അവിടുത്തെ ടാക്സിക്കാരുടെ ചെറിയ പ്രശ്നമുണ്ട്. യൂബർ നമ്മൾ വാർത്തയാക്കിയിരുന്നു, അത് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. അത് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ 21-ാം തീയതി സമരമാണല്ലോ. നമുക്ക് അതിനകത്തൊരു തീരുമാനം വരുത്താം. നേരത്തെ KB ഗണേഷ് കുമാർ അതിനകത്തൊരു നിയമം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ പോലും. താങ്ക് യു ഫെഡറിക്. അപ്പോൾ എന്തായാലും ഫ്രെഡറിക്കിനാണ് രാമേശ്വരത്ത് വെച്ച് ദുരനുഭവം നേരിട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്നാ ഇത്, എന്നാ തമ്പി ഇത്, ഇവിടുന്ന് പോയ ഡ്രൈവറെയാണ് നിങ്ങൾ വൺ വേ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. മുമ്പിൽ ബസ് പോകുന്നുണ്ട്, പിന്നാലെ ഓട്ടോ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ രജിസ്ട്രേഷൻ കണ്ടിട്ട് കേരള വണ്ടി പോകുന്ന ടാക്സിക്കാരെ പോകുമ്പോൾ അത് തടഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഡ്രൈവർ തിരിച്ചു ചോദിക്കും, ബസ് പോകുന്നുണ്ടല്ലോ പിന്നെന്താ എനിക്ക് പോയാൽ? അപ്പോൾ പറഞ്ഞു നിനക്ക് പറ്റൂല, എന്താ പറയുക, എന്താ അതല്ലേ.